ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈനൂസ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ കക്ക ഡ്രൈ ഫ്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത് വളരെ ഈസിയാണ് ഡ്രൈ ഫ്രൈ ചെയ്യാൻ, പക്ഷേ ക്ലീനിങ് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം ഈ കക്കയ്ക്കകത്ത് ഒരു വേസ്റ്റ് ഇരിപ്പുണ്ട്. അത് നമ്മൾ നന്നായിട്ട് കളഞ്ഞില്ലെങ്കിൽ ഒരുമാതിരി മണ്ണ് കടിക്കുന്ന പോലെ ആയിരിക്കും നമ്മൾ കഴിക്കുമ്പോൾ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചെറിയ കക്കയാണെങ്കിൽ നമ്മളങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല, വലുതാണെങ്കിൽ മാത്രം അത് ക്ലീൻ ചെയ്താൽ മതി. പക്ഷേ ഏറ്റവും ചെറിയതാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ പോലും നന്നായിട്ട് വേസ്റ്റ് ഇരിപ്പുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ നല്ല രീതിക്ക് അത് ക്ലീൻ ചെയ്ത് ഓരോന്നായിട്ട് പെറുക്കിയെടുത്ത് ക്ലീൻ ചെയ്താൽ മാത്രമേ അത് നന്നാവത്തുള്ളൂ. നോക്കിയാൽ എത്ര ഡേർട്ടാണ് അതിനകത്തുള്ളത് നോക്കിയേ. ഇത് ഞാൻ ഏറ്റവും ചെറിയ ഒരെണ്ണം എടുത്ത് കാണിക്കാം. നോക്കി, ഇതിനകത്തും ഏറ്റവും കൂടുതലായിട്ടാണ് വേസ്റ്റ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ പക്കയായിട്ട് ശ്രദ്ധിക്കണം. നോക്കി എത്രമാത്രം വേസ്റ്റാണ് ആ കുറച്ച് എമൗണ്ടിനകത്ത് തന്നെ ഉണ്ടായിരുന്നത്. ഇതിപ്പം എല്ലാം ക്ലീൻ ചെയ്ത് നല്ല വാഷ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ടത് ചെറിയൊരു സവാള സ്ലൈസ് ചെയ്തത്, 8-10 വെളുത്തുള്ളി ചതച്ചത്, കുറച്ച് കറിവേപ്പില. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ തന്നെ വേണമെന്നില്ല, ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂണിന് അടുത്ത് ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും വെളുത്തുള്ളി, കരിയാപ്പില എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. പൊടികളെല്ലാം കൂടി പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ചേർത്ത് കൊടുക്കാം. കക്ക ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തന്നെ അതിനുള്ളിൽ നിന്നും വെള്ളം ഇറങ്ങി വരും. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. കക്കയിറച്ചി അല്ലെങ്കിൽ ക്ലാം മീറ്റിൽ ഒരുപാട് മിനറൽസ്, വിറ്റമിൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രൈം സോഴ്സ് ഓഫ് അയോഡിൻ ആയതുകൊണ്ട് തന്നെ അത് നമ്മളുടെ തൈറോയിഡ് ഹെൽത്തിന് ഒരുപാട് നല്ലതാണ്. omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. പിന്നെ ഹൈ പ്രോട്ടീൻ കണ്ടൻസ് ഉള്ളതാണ്. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കക്കയിറച്ചി. ഇപ്പോൾ കക്കയിറച്ചിക്കുള്ളിലെ വെള്ളമെല്ലാം വറ്റിയിട്ട് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എത്രമാത്രം ഡ്രൈ ആക്കണോ അത്രമാത്രം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ എനിക്കൊക്കെ കുറച്ച് കൂടുതൽ ഡ്രൈ ആവുന്നതാണ് ഇഷ്ടം. ഇപ്പോൾ ഏകദേശം നമ്മുടെ കക്ക ഡ്രൈ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.